സാർ, ഈ ലോകത്ത് തന്നെ ഞെട്ടിക്കുന്ന തരത്തിലൊരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അല്ല, ഇസ്രയേലിൻ്റെ പല സൈനിക ഓപ്പറേഷൻസുകളും ലോകത്തെമ്പാടുള്ള മിലിറ്ററി സ്കൂളുകളിലെ പാഠ്യ വിഷയങ്ങളാണ്. ഇപ്പോൾ തന്നെ നോക്കും, നമ്മൾ ഒക്ടോബർ 25-ന് ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ ഇറാനിലേക്ക് 2000 കിലോമീറ്റർ പറന്ന് എന്ന് ഇറാൻ്റെ തന്ത്രപ്രധാനമായ എല്ലാ സൈനിക കേന്ദ്രങ്ങളും തകർത്തു. ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായില്ല. അപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞിരുന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്, എണ്ണ ശുചീകരണശാല റിഫൈനറികൾ ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പേരിൽ ചില തർക്കങ്ങളൊക്കെ അമേരിക്കയായിട്ടുണ്ടായിരുന്നെങ്കിലും, അമേരിക്കയായിട്ടല്ല ബൈഡനുമായിട്ടുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ നെതന്യാഹു അതിന് വഴങ്ങുകയും ആക്രമണം നടത്തുകയും ചെയ്തു. വളരെ പ്രിസൈസായിട്ട് കൃത്യമായി എവിടെ ഉന്നം വെക്കുന്ന അവിടെ മാത്രം ആക്രമിക്കുന്ന ഒരു രീതിയാണ് അവിടെ നടത്തിയത്. ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് വാങ്ങിച്ചിരുന്ന S-300 ആണ് ഇറാൻ വ്യോമ പ്രതിരോധത്തിന് ഉപയോഗിച്ചിരുന്നത്. അത് തകർത്തു, മിസൈൽ ഫാക്ടറികൾ തകർത്തു. അങ്ങനെ ഇറാന് തിരിച്ചടിക്കാൻ പറ്റുന്ന എല്ലാം തകർത്തു. അത് ഒരു 120ഓളം വാർഫ്ലൈൻസ് യുദ്ധവിമാനങ്ങൾ ഒന്നിലേറെ രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്ന് ഇറാൻ വരെ ചെന്നിട്ട് ഇറാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞ രാജ്യങ്ങൾ പറഞ്ഞില്ല, അവർ പ്രതികരിച്ചില്ല. അങ്ങനെ പോയി ചെയ്തോട്ടെ എന്ന് സമ്മതിച്ച് മൗനം സമ്മതം എന്ന പോലെ സമ്മതിച്ചു കൊടുക്കുന്നൊരവസ്ഥ. സമ്മതിക്കാതെ തരവില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് ഒരു ഭാവന കാണണം. ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെയാണ് 120 വിമാനങ്ങൾ അത് ആകാശത്തൂടെ പറന്നങ്ങ് പോകുക. ഒന്ന് ആലോചിച്ച് നോക്കി, 120 ഫൈറ്റർ ജെറ്റ്സാണ് ഇത് പറന്നു ചെല്ലുന്നത്. അപ്പം 120 ആക്രമണ വിമാനങ്ങളല്ല. ഒരു ഫൈറ്റർ വിമാനം പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് പറപ്പിക്കുന്ന ഒരു ഫൈറ്റർ വിമാനമാണ്. എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു X എന്ന് പറയുന്ന ഒരു ടാർഗറ്റിനെ ആക്രമിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് മാത്രമേ നോക്കുകയുള്ളൂ. എൻ്റെ പൈലറ്റിൻ്റെ ലക്ഷ്യം ആ പോയിന്റ് മാത്രം നോക്കുക എന്നുള്ളത്. എനിക്ക് നേരെ വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുക പോലും എൻ്റെ ജോലിയല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ യുദ്ധവിമാനം അവിടെ ചെല്ലും എന്നൊരു സംശയം വരും. അതിനാണ് എസ്കോട്ട് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറത്തുന്ന പൈലറ്റ് വിമാനത്തിനാണ് ആക്രമിക്കാനുള്ള ചുമതലയുണ്ടെങ്കിൽ എനിക്ക് നേരെ വരുന്ന ആക്രമണത്തെ ചെറുക്കാൻ വേറെ വിമാനങ്ങൾ എൻ്റെ 2 വശത്തും ചിലപ്പോൾ മുകളിലും താഴെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു യുദ്ധവിമാനം 4 കവേഡ് യുദ്ധവിമാനങ്ങളുടെ വലയത്തിലായിരിക്കും പോകുന്നത്. അപ്പം ഇതിൻ്റെ പൈലറ്റിന് ഇങ്ങോട്ട് വരുന്ന മിസൈലൊന്നും നോക്കേണ്ട കാര്യമില്ല, അത് മറ്റു വിമാനങ്ങൾ നോക്കിക്കോളും. പിന്നെ അതുകൂടെ അങ്ങനെയാണ് ഈ 120 വിമാനങ്ങൾ പോയി എന്ന് പറയുന്നത്. 120 വിമാനങ്ങളും അപ്പോൾ ഈ എല്ലാം അറ്റാക്കിംഗ് വെഹിക്കിൾസ് അല്ല, അറ്റാക്ക് ചെയ്യാനുള്ളതിനെ എസ്കോർട്ട് ചെയ്യുന്ന വിമാനങ്ങൾ 2 മുതൽ 4 വരെ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ഒരു വിമാനം പോകുന്നത്. അതുകൂടാതെ ഇവർക്ക് വേണ്ടിയിട്ട് അവാക്സ് പോലെയുള്ള, അതായത് പോകുന്ന വഴിക്കുള്ള എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജാം ചെയ്യണം, എങ്കിലേ ഈ വിമാനങ്ങൾ പോകുന്നത് മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കാൻ പോകുന്ന രാജ്യം അറിയാതിരിക്കുള്ളൂ. അവാക്സ് പോലെയുള്ള വിമാനങ്ങൾ. പിന്നെ 2000 കിലോമീറ്റർ അങ്ങോട്ട് പറന്നിട്ട് 2000 കിലോമീറ്റർ തിരിച്ചു വരണം. ഇടയ്ക്കുള്ള രാജ്യങ്ങളിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആകാശത്ത് വെച്ച് തന്നെ ഈ വിമാനങ്ങൾ റീഫ്യൂവൽ ചെയ്യണം. അതിനുള്ള ഇന്ധന ടാങ്കുകളായിട്ടുള്ള വിമാനങ്ങൾ, അതൊക്കെ നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഒരു വിമാനത്തിൻ്റെ മുകളിൽ മറ്റൊരു വിമാനം വന്നിട്ട് നോസൽ ഇങ്ങനെ വന്നിട്ട് ഫില്ല് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത്രയും വലിയൊരു ഓപ്പറേഷൻ, 120ഓളം വിമാനങ്ങളുമായി ഒരു ഓപ്പറേഷൻ നടത്തി എന്നൊക്കെ പറയുന്നത് യുദ്ധചരിത്രത്തിലെ വലിയൊരു ഇതിഹാസമാണ്. അത്രയും ഓപ്പറേഷനൊക്കെ നടത്തി. അതുപോലെ പലയിടത്തും ഇസ്രയേലിലും ഇസ്രയേലിൻ്റെ IDF കമാൻഡോസ് പല രാജ്യങ്ങളിലും കയറി ചെല്ലുന്നു, അവിടെ നിന്ന് ഓരോരുത്തർ പിടിച്ചുകൊണ്ട് വരുന്നു, അവരറിയുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഇസ്രയേലിൻ്റെ ഗാസ യുദ്ധം അല്ലെങ്കിൽ ലബനോണിലുള്ള ഹിസ്ബുള്ളയായിട്ടുള്ള യുദ്ധത്തിനിടയ്ക്ക് നമ്മൾ കാണുകയുണ്ടായി. അതുപോലത്തെ ഒരു തന്ത്രപ്രധാനമായ ഓപ്പറേഷൻസ് നടത്തിയതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ IDF പറയുന്നത്. IDF പല കാര്യങ്ങളും അവർ ചെയ്ത ഉടനെ ഞങ്ങൾ ചെയ്തു എന്ന് പറയില്ല. ഇപ്പോൾ ഹനീയെ കൊന്നത് ഞങ്ങളാണെന്ന് 2 സീക്രട്ട് ഏജന്റുമാർ വന്നിട്ട് ചാനൽ 20 പറഞ്ഞു. അതിനു മുമ്പ് എങ്ങനെയാണ് പേജർ സ്ഫോടനങ്ങൾ നടത്തിയതെന്ന് ഇതേ ചാനൽ 20 പറയും നമ്മൾ കണ്ടു. അപ്പം കുറേ കാലം കഴിഞ്ഞിട്ട് ഇവർ റിവീൽ ചെയ്യാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ ഓപ്പറേഷനുകളെ കുറിച്ച് പറയുന്ന ലോകത്തിലെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് മൊസാദ് എന്ന് പറയുന്നൊരു പുസ്തകവും, രണ്ടൊന്ന് IDFൻ്റെ ആക്രമണ വീരകഥകൾ പറയുന്ന കമാൻഡോ എന്നൊരു പുസ്തകം. രണ്ടും ലോകത്തിലെ തന്നെ ബെസ്റ്റ് സെല്ലറാണ്. പക്ഷെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഇറാൻ ഇപ്പോൾ നമ്മൾ ഹിസ്ബുള്ള ഉണ്ട്, ഇറാൻ്റെ കൂലിപ്പട്ടാളമാണ്. ഇറാഖിലുണ്ട് കൂലിപ്പട്ടാളം, ലെബനോണിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, സിറിയയിലെ കൂലിപ്പട്ടാളം, ഇവർക്കൊക്കെ ഇറാൻ ആയുധം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലായ്പ്പോഴും ഇറാനിൽ നിന്ന് കപ്പലിലോ വിമാനത്തിലോ കയറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാൻ പറയുന്നത് നിങ്ങൾ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. അങ്ങനെ സിറിയയിൽ ഇറാൻ അതീവ രഹസ്യമായി ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രം ഉണ്ടാക്കിയിരുന്നു.
ഓ, അതുണ്ടാക്കിയിരുന്നത് അത് സ്ഥാപിച്ചിരുന്നത് സിറിയയുടെ പടിഞ്ഞാറൻ തീരത്ത് ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ ഹമ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മസ്യാഫ് ഏരിയയിലാണ് ഈ മിസൈൽ നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മിസൈൽ നിർമ്മാണ ഫാക്ടറി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഫാക്ടറിയുടെ ചിത്രം അങ്ങനെ വലിയ കെട്ടിടം, അപ്പോൾ കുഴൽ, റോഡ്, വാഹനങ്ങളൊക്കെ. ഇതങ്ങനെയല്ല. ഈ ഫാക്ടറി ഉണ്ടാക്കിയിരുന്നത് ഒരു കൂറ്റൻ മല തുരന്ന്, മലയ്ക്കകത്ത്, മലയുടെ മുകൾ ഭാഗം തുറന്നു, അടിയിൽ നിന്നല്ല, മലയുടെ മുകളിൽ നിന്ന് തുറന്ന് 120 മീറ്റർ അടിയിലോട്ട് പോയി. അവിടെയാണ് ഈ ഫാക്ടറി ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇതിന് കവർ ചെയ്യാനായിട്ട് മലയുടെ മോൾ ഭാഗം കാണുമ്പോഴത്തേക്ക് അടിയിലേക്കുള്ള എലിവേറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ കാണാതിരിക്കാൻ അതിനൊരു കവറിങ് ഉണ്ട്. നമ്മൾ ഈ ട്രസ്സൊക്കെ അടിക്കത്തില്ലേ, വീടിന് മുകളിൽ മേൽക്കൂര കെട്ടുന്ന, ഇതിനൊരു കവറിങ്ങും. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അത് മല തന്നെയാണ്. അതേപോലത്തെ കളറിലൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഇതിനൊരു ആവരണമുണ്ട്. ഇങ്ങനെ അതീവ രഹസ്യമായി സിറിയയിൽ ഇവരൊരു കേന്ദ്രം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ പേരിട്ടിരുന്നത് ഡീപ് ലെയർ എന്നാണ് ഇറാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഡീപ് ലെയർ ഇവിടെയാണ് ഹൂത്തികൾക്ക്, ഹിസ്ബുള്ളയ്ക്ക്, ഹമാസിന് വരെ കൊടുക്കാനുള്ള മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഈ ഡീപ്പ് ലെയറിലാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ, ഈ CERS SSRC എന്നൊക്കെയാണ് ഇതിന് കോഡ് വൺ വിളിക്കുന്നത്. പക്ഷേ കോഡ് നെയിം എന്ന് പറയുന്നത് ഡീപ്പ് ലെയറാണ്. ഈ ഡീപ്പ് ലെയറിനെ കുറിച്ച് ഇസ്രായേലിന് വിവരം കിട്ടി. അപ്പോൾ ഒരു രാത്രി എയർഫോഴ്സിൻ്റെ ഷിൽദാഗ് യൂണിറ്റ് കമാൻഡോസ്, അവർ 120 പേരുള്ള കമാൻഡോ സംഘം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനും യൂണിറ്റ് 669 669 എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ്, ഈ 2 യൂണിറ്റുകൾ ഇസ്രയേലിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ 200 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ എത്തി, അവിടെ പാരച്യൂട്ടിൽ അവിടേക്ക് ചാടി ഇതിനകത്തെത്തി നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ കഥ ഇപ്പോൾ ഇസ്രയേൽ പറയുന്നു. അത് സെപ്റ്റംബർ 8-നാണ് നടന്നത്. സെപ്റ്റംബർ 8-ന് ഈ പറയുന്ന പോലെ 120 ഇസ്രായേൽ എയർഫോഴ്സ് കമാൻഡോസ് അവിടെ ഷിൽദാഗ് കമാൻഡോസ് അവിടെ ലാൻഡ് ചെയ്തു. അവർ ഇതിൻ്റെ അത് ഭേദിച്ച് അകത്ത് കയറി സമ്പൂർണ്ണമായും ഈ ഭൂമിക്കടിയിലുള്ള ഇവരുടെ ഡീപ്പ് ലെയർ എന്ന് പറയുന്ന ഈ ആയുധ നിർമ്മാണ മിസൈൽ നിർമ്മാണശാല തകർത്തു. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഹിസ്ബുള്ള വെടിനിർത്തൽ ആവശ്യപ്പെട്ടു, നിരന്തരമായി അവർ വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു. അല്ല, അവസാനം സംബന്ധിച്ചു. അവർ പറഞ്ഞ പോലെ നദിക്കപ്പുറത്തേക്ക് പോവാം, അത് ഞങ്ങൾ ഇൻ്റർനാഷണൽ അതിർത്തിയായിട്ട് സമ്മതിക്കാം, ഞങ്ങൾ പിന്മാറാം, തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് കീഴടങ്ങുന്നതിന് തുല്യമായ ഒരു വെടിനിർത്തൽ ഹിസ്ബുള്ള തയ്യാറായി. എന്തുകൊണ്ടാണ്? ഇത് കിട്ടുന്നില്ല, ആയുധം കിട്ടുന്നില്ല. ആയുധത്തിന് കഥ കഴിഞ്ഞു, പ്രൊഡക്ഷൻ ഇല്ല, ഇറാനിൽ നിന്ന് കൊണ്ടുവരാൻ വയ്യ, സിറിയയിൽ നിന്ന് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഈ ലബനോൺ ആക്രമണം നടക്കുമ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട, നമ്മളിവിടെ സംസാരിച്ച ആദ്യം നടന്നൊരു ആക്രമണം എന്ന് പറയുന്നത് സിറിയയും ലബനോണെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേ, പാലങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ അങ്ങ് തകർത്തു. അതിന് കാരണം സിറിയ വഴി ഇറാനിൽ നിന്ന് സിറിയയിൽ വരും, സിറിയയിൽ നിന്ന് ലബനോണിൽ വരും. ഇങ്ങനെയാണ് ആയുധങ്ങളുടെ ട്രാൻസിറ്റ് റൂട്ട് അതായിരുന്നു. അത് വരാതിരിക്കാൻ ആദ്യമേ എന്ത് ചെയ്തു, ഈ സപ്ലൈ ലൈൻ അങ്ങ് കട്ട് ചെയ്തു, പാലങ്ങൾ തകർത്തു, ഹൈവേയും തകർത്തു. അപ്പോൾ സിറിയയിൽ നിന്ന് സാധനം വരുന്നില്ല, അപ്പം കൊണ്ടുവരാൻ വഴിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ സാധനം ഉണ്ടാക്കുന്ന സ്ഥലം മനസ്സിലായി, അവിടെ പോയി തകർത്തു. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സിറിയ എന്ന് പറയുന്ന വേറൊരു രാജ്യമാണ്. ഇവിടെ ഈ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങനെ ഒരു രഹസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന് എങ്ങനെ ഇസ്രായേൽ മനസ്സിലാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ 2017 ഇറാൻ നേരിട്ട് ഇറാൻ്റെ എഞ്ചിനീയർമാർ സിറിയയിൽ വന്ന് ഈ ഡീപ്പ് ലെയർ മല തുരന്ന് ഈ പരിപാടി നടപ്പാക്കിയത്. അപ്പോൾ ഒരുപക്ഷെ സിറിയയിലെ സർക്കാർ എന്ന് പറയുന്നത് സിറിയയുടെ ഭൂരിഭാഗവും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇറാൻ്റെ സ്വാധീനത്തിലുള്ള പ്രോക്സികളാണ്, ഇറാൻ്റെ കൂലിപ്പട്ടാളാണ്, അല്ലെങ്കിൽ ഇറാനോട് ബന്ധമുള്ള ഒരു സർക്കാരാണ്. അപ്പോൾ അവർ രഹസ്യമായിട്ട് വെച്ചു. ഇസ്രായേലോട്ട് അറിഞ്ഞുമില്ലായിരിക്കാം, ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം, വരട്ടെ, ഉണ്ടാക്കട്ടെ. ഒരു സാധനം ഉണ്ടാക്കുന്നതിന് മുമ്പ് നശിപ്പിക്കുന്നതിലും നല്ലത് ഇസ്രായേൽ ആലോചിക്കുന്നത് അവനത് ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞ് നശിപ്പിക്കുമ്പോൾ അവൻ്റെ അത്രയും പണം പോയി, അവൻ്റെ എഫർട്ട് പോയി, അവൻ ഉണ്ടാക്കുന്ന സാധനവും പോയി. അല്ല, ഉണ്ടാക്കുന്നതിന് മുമ്പേ തകർത്താൽ ഇവന് വലിയ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇവൻ പണിത് തീർക്കട്ടെ, പണി തീരും വരെ, കെട്ടിടം പണിത് തീരുന്നവരെ കാത്തിരുന്നിട്ട് ബോംബ് വെച്ച് തകർക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു എന്ന് അവിടെ ഭീകരമായ ആക്രമണം നടത്തി ഒരു സിസ്റ്റം മുഴുവൻ, ഒരു റിസർച്ച് സെൻറ്റർ മലയ്ക്കുള്ളിൽ ഉണ്ടാക്കിയത് മുഴുവൻ തകർത്ത് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ എയർഫോഴ്സിൻ്റെ പ്രസ്താവന കാണുന്നത് എന്നറിയാം, അതാണ് ഏറ്റവും ശ്രദ്ധേയം. ഞങ്ങളുടെ ഒരു ഭടന് പോലും ഒരു പോറൽ പോലും സംഭവിച്ചില്ല.
അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. അത്രയ്ക്ക് വിദഗ്ധമായിട്ടാണ് അത്ര വിദഗ്ധമായി ആസൂത്രണമായി പ്രിസൈസ് ആയിട്ട് കൃത്യമായി. അപ്പോൾ നോക്കൂ, ഒരാൾക്ക് പോലും ഒരു വെടിയുണ്ട പോലും കൊള്ളാതെ ഒരു പോറൽ പോലും പറ്റാതെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അത്ര കൃത്യമായി എല്ലാ വിശദാംശങ്ങളും ആക്രമണത്തിന് മുമ്പ് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരിക്കും. പഠിപ്പിച്ച് ചെയ്താണ് അല്ലേ? അവിടെയുള്ള ആരോ കൃത്യമായ വിവരങ്ങൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ കൃത്യമായി ഇതൊക്കെയാണ് വഴി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഇത് തകർക്കാൻ വേണ്ടി സിറിയയിൽ നിന്ന് ഇസ്രായേലിന് വേണ്ടത്ര സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വിവരം ഒരുപക്ഷെ നമ്മളായിരിക്കും ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് എപ്പോഴും നെതന്യാഹു പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തൊരിടത്തും ഞങ്ങളുടെ കയ്യെത്താത്ത ഒരു സ്ഥലവും ഇല്ല. അപ്പോൾ അത് 200 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് മല തുരന്ന് മലയ്ക്കുള്ളിൽ 150 മീറ്റർ 130 മീറ്റർ വരെ ആഴത്തിൽ ഒരു രഹസ്യ സങ്കേതം ഉണ്ടാക്കിയാൽ ഞങ്ങളത് കാണും, ഞങ്ങൾ വരും, ഞങ്ങൾ കണ്ടുപിടിച്ച് തകർത്തിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഇസ്രായേൽ തെളിയിച്ചിരിക്കുന്നതിൻ്റെ കഥയാണ് ഇന്നത്തെ വാർത്തകളിൽ പുതുതായി നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരോട് നമുക്ക് പറയാം.